കണ്ണുകൾ അടച്ച് യേശുവിനോട് പാടാമോ? നിന്റെ സന്നിധിയിൽ യേശുവേ, നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ, ശബ്ദത്തോടെ യേശുവിനോട് ചോദിക്കാം, അപ്പാ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വസിച്ചോട്ടെ, നല്ല ശബ്ദത്തോടെ ഹല്ലേലൂയ. ഈ ശബ്ദം പോലെ നന്നായി ഹല്ലേലൂയ. നാം ഇവിടെ ഇരിക്കുന്നത് യേശുവിന്റെ സാന്നിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യാനാണ്. എത്ര പേർക്ക് ആഘോഷിക്കാൻ ഇഷ്ടമുണ്ട്? ഒരു സത്യം എന്തെന്നറിയോ? നാം എന്തിനെ ആഘോഷിക്കുന്നോ അതിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ ആഘോഷിച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പിനകത്തുള്ള പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഫാമിലി, അപ്പൻ, അമ്മ, ഈ കുടുംബത്തെ നമ്മൾ ആഘോഷിച്ചാൽ, സെലിബ്രേറ്റ് ചെയ്താൽ അതിനകത്ത് കിടക്കുന്ന ദൈവിക നന്മകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ ദൈവ സാന്നിധ്യത്തെ നാം സെലിബ്രേറ്റ് ചെയ്താൽ, എന്തിന് നാം സെലിബ്രേറ്റ് ചെയ്യുന്നോ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നാം ഇവിടെ ഇരിക്കുന്നത് ദൈവത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിലൊരു വാക്യം നമുക്കറിയാം. അവസാനത്തെ വാക്യമാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും. അടുത്ത വാക്യമാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ
ഓ വചനം പറഞ്ഞു നന്നായിട്ട്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. നിങ്ങൾ ആരും സംസാരിക്കുന്നില്ലല്ലോ, ഒരുമിച്ച്. എങ്കിലും വീട്ടിൽ സംസാരിക്കുന്ന പോലെ, സ്കൂളിൽ സംസാരിക്കുന്നത് പോലെ ആ ശബ്ദത്തിൽ പറയണം. നമ്മുടെ കോളേജിലൊക്കെ സംസാരിക്കും, നമുക്കറിയാം നമ്മൾ ആരും അവിടെയല്ല. ഈ ചർച്ചിനകത്ത് വരുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഭാവം. അയ്യോ, ഇവിടെ അധികം മിണ്ടാൻ പാടില്ല, ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കണം. നമ്മളൊരു വേറെ ആളാകുന്ന പലപ്പോഴും ചർച്ചിനകത്താണ്. പക്ഷെ ഇവിടെയാണ് നമ്മളായി മാറേണ്ടത്. ഇതൊരു കുടുംബമാണ്, ചർച്ച് ഒരു കുടുംബമാണ്. പറഞ്ഞു എങ്കിലും, നന്നായിട്ട് പറ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. നമ്മളെ ഒന്നിനും താഴ്ത്താൻ കഴിയില്ല. പാപത്തിന് നമ്മെ തകർക്കാൻ കഴിയില്ല. ലോകത്തിന് നമ്മെ തകർക്കാൻ കഴിയില്ല. നമ്മൾ ഇതിനെല്ലാം മുകളിലൂടെ പറക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ 3 ദിവസം ഇവിടെ യഹോവയെ കാത്തിരിക്കുകയാണ്. എത്ര പേർ ദൈവത്തെ കാത്തിരിക്കുന്നതിനകത്തുണ്ട്? ദൈവത്തെ കാത്തിരിക്കുന്നവർ ദൈവത്തിന്റെ പ്രവചനം ഇതാണ്: നിങ്ങളുടെ മേൽ ശക്തി വരും, നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കഴുകന്മാരെ പോലെ ഉയർന്നു പറക്കണം? ആർക്കും ആഗ്രഹമില്ലേ? അയ്യോ, വചനമാണ് പറയുന്നത് നിങ്ങൾ കഴുകന്മാരെ പോലെ പറക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കഴുകന്മാരെ പോലെ പറക്കാം? എങ്ങനെയാ കഴുകന്മാർ പറക്കുന്നേ? എങ്ങനാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു ചേച്ചി കാണിച്ചു. എങ്ങനെ കഴുകന്മാരെ പോലെ പറക്കുന്നേ? 2 കര ഉയർത്തിപ്പിടിച്ചേ, ഇങ്ങനെ ചിറകുകൾ വിടർത്തിയേ. നമ്മളൊന്ന് പ്രൊഫറ്റിക്കലി ചെയ്യാൻ പോവാണ്. ഈ 3 ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോൾ എന്നെ ഒരു രോഗത്തിനോ, ഒരു പാപത്തിനോ, ഒരു ലോകത്തിനോ എന്നെ താഴ്ത്താൻ കഴിയില്ല. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എന്നും നിലനിന്ന് വസിക്കുന്നവനാകും. 2 കരവൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. കാരണം ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. എത്ര പേർ തയ്യാറാണ് ഉയരങ്ങളിൽ പറക്കാൻ? പറഞ്ഞു, ഇനി എനിക്ക് തോൽക്കാൻ കഴിയില്ല. പറഞ്ഞോ, നന്നായിട്ട് പറ. ആ വലത് കരം തലയിൽ കൈവച്ച് പറ, ഇനി എനിക്ക് തോൽക്കാൻ കഴിയില്ല. എനിക്ക് തോൽക്കാൻ കഴിയില്ല. പാപത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പാപത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ലോകത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ലോകത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ ക്രൂശിൽ ജയാളിയാണ്. ക്രൂശിൽ ജയാളിയാണ്. ഞാൻ ജനിക്കപ്പെട്ടത് ജയത്തിലാണ്. ജനിക്കപ്പെട്ടത് ജയത്തിലാണ്. അങ്ങനെ ഉറപ്പുള്ളവരുടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. റെഡിയാണോ? നാണക്കേടൊക്കെ മാറ്റി വെക്കണം. നാണക്കേടല്ല ഈ ഹോളിന് പുറത്താകണം. അപ്പൊ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു നിങ്ങളെ പോലെ. എനിക്കിങ്ങനെ പാടാൻ കഴിവുണ്ടായിരുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പാടുമ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുമായിരുന്നു. ഈ സ്റ്റേജിൽ ഇരുന്നവരും നിങ്ങളെപ്പോലെ ഇരുന്നവരെല്ലാം കളിയാക്കി ചിരിക്കുമായിരുന്നു. ഇങ്ങനെ കാറ്റ് മാത്രം വരുന്നൊരു സമയമായിരുന്നു എൻ്റെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു കാലം. എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ട് പോയിരുന്നു. കാറ്റ് മാത്രം വരുമായിരുന്നൊരു സമയമായിരുന്നു. അതിനു മുമ്പ് ഞാൻ സൺഡേ സ്കൂളിലൊക്കെ ചെറുതായിട്ട് പാടും. സംഗീതമായിട്ട് ബന്ധമില്ല. ഒറ്റയ്ക്ക് പാടുമ്പോൾ സംഗീതം വന്നാൽ ഒരു പാട്ട് തന്നെ പല സ്കെയിലായിട്ടായിരിക്കും പാടുക. പക്ഷേ ഇങ്ങനെ എല്ലാവരും കളിയാക്കി. ആദ്യം പാടിയപ്പോൾ മിക്സറിലിരുന്ന ആൾ എൻ്റെ മൈക്ക് കട്ട് ചെയ്തിട്ടു. എൻ്റെ പാസ്റ്റർ, എൻ്റെ ആത്മിക പിതാവ്, നിങ്ങളുടെ പാസ്റ്റേഴ്സ് നിങ്ങളുടെ ആത്മിക പിതാവാണ്. നിങ്ങൾക്ക് എന്തും തുറന്നു പറയുന്ന നല്ല അപ്പനാണ് അദ്ദേഹം. നാളെ ഇവിടെ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ അരവിന്ദ് മോഹൻ എന്നാണ്. അദ്ദേഹം ആദ്യമായി ഞാൻ അവിടെ പാടുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചു. നിങ്ങളെപ്പോലെ ഇരുന്നവരും സ്റ്റേജിൽ ഇരുന്നവരല്ലേ, ഇവൻ ആരാടാ പാടാൻ മൈക്ക് കൊടുത്തേ? ഞാൻ വെറുതെ ആവേശത്തിന് പറയല്ല, എൻ്റെ അനുഭവം പറയുകയാണ്. 3-4 മാസങ്ങളിൽ എൻ്റെ കയ്യിൽ മൈക്ക് തന്നിട്ട് എൻ്റെ ചാനൽ മിക്സറിൽ കട്ട് ചെയ്തിടുമായിരുന്നു. ഒരു നല്ല വർഷിപ്പ് ലീഡറുണ്ട്, അദ്ദേഹം ഇന്ന് UK അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, ജോ വർഷിപ്പിന് കയറിയാൽ അന്നത്തെ വർഷിപ്പ് കുളവായെന്നാണ്. അങ്ങനെ ഒരു ശബ്ദമായിരുന്നു. പക്ഷേ ഒരു മീറ്റിങ്ങിനകത്ത് എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നപ്പോഴാണ് എൻ്റെ ശബ്ദം മാറിയത്. അഭിഷേകത്തിന് എന്തും മാറ്റാൻ പറ്റും. ഇത് നിങ്ങളൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ഇതെൻ്റെ കഴിവല്ല, ഇത് അഭിഷേകമാണ്. ഞാൻ പാടുമ്പോഴോ ഇവിടെ നിൽക്കുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നെങ്കിൽ ഇതെൻ്റെ ടാലൻ്റ് അല്ല, എൻ്റെ ഈ ശബ്ദത്തിൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അങ്ങനെയൊക്കെ നിങ്ങളുടെ മേൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പാടാനും 10 പേരുടെ മുമ്പിൽ നിൽക്കാനും പറയാനും എല്ലാം ഭയങ്കര ലജ്ജയുള്ള ആളായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ആത്മിക പിതാവ് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അതെന്നെ നന്നായിട്ട് എൻ്റെ മനസ്സിനെ കുലുക്കി. നമ്മൾ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കാണുന്ന പോലെയൊന്നും അല്ല യേശുവിൻ്റെ ക്രൂശീകരണം, അതിലും വിരൂപമായിരുന്നു. നഗ്നനായി യേശു കാൽവറി ക്രൂശിൽ കിടന്നപ്പോൾ 33.5 വയസ്സുള്ള ഒരു യേശു, ഒരു ചെറുപ്പക്കാരൻ, സ്വന്തം അമ്മയ്ക്ക് പോലും മുകളിലേക്ക് നോക്കാൻ കഴിയാത്ത വിധം നഗ്നനായി കിടന്നു.
ഒരു മലയുടെ മുകളിൽ, താഴ്വരയിലല്ല, സകല ജനവും കാണുക പട്ടണത്തിന് പുറത്തുള്ള മലയുടെ മുകളിൽ നഗ്നനായി കിടന്നു. ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? പറഞ്ഞില്ലല്ലോ. ആർക്ക് വേണ്ടിയാണ്? അല്ലേ? യേശു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? യേശു എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ? ആർക്ക് വേണ്ടിയാ? അത്രയും ലജ്ജയില്ലാതെ നമുക്ക് വേണ്ടി യേശു നിൽക്കുമ്പോൾ നമുക്ക് ലജ്ജ വേണോ? പറഞ്ഞോ. അടുത്തിരിക്കുന്നത് കൈ കൊടുത്ത് പറ, ലജ്ജ വേണ്ട. We are in the presence of Jesus. നാണക്കേടുകൾ മാറ്റിവെക്കണം. റെഡിയാണോ? ഇത് ചിറകടിച്ച് ഉയരുന്ന കാലമാണ്. ചിറക് ഉയർത്തുമ്പോൾ അപ്പുറത്തവരുടെ മുഖത്ത് ഉയർത്തരുത്, നോക്കി ഉയർത്തണം. നമ്മൾ ഒരുമിച്ച് നൃത്തത്തോടെ തുള്ളിച്ചാടി ആരാധിക്കാൻ പോവാണ്. നാണക്കേടോട് ആരെങ്കിലും ഇരുന്നാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ സ്റ്റേജിൽ മുമ്പിൽ ഒത്തിരി സ്ഥലമുണ്ട്. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവാണ്. റെഡിയാണോ? ഇത് ചിറകടിച്ച് ഉയരുന്ന കാലം. കമോ. ചിറകടിച്ച് ഉയരും കാലം. അയ്യോ, കരമടിക്കലല്ല പറഞ്ഞു. ഇത് നമ്മുടെ ഞായറാഴ്ച മീറ്റിംഗ് പോലെ ആക്കരുത്. ഇത് പ്രവചിച്ച് കാണിക്കണം. ഇതിനകത്തിരിക്കുന്ന യൂത്താണ്, നമ്മളെല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. നമുക്കൊരു ഒത്തിരി കണ്ടുവന്ന പഴക്കങ്ങളും പരിചയങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? നമുക്കൊരു മൂന്നാമത്തെ പാട്ട് വരുമ്പോൾ ഒരു അഭിഷേകമുണ്ട്. ആദ്യത്തെ പാട്ടൊക്കെ ഇങ്ങനെ മിണ്ടാതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന് അവൻ ചെയ്യുന്നത് ഇവൻ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നിട്ട് അടുത്ത പാട്ട് ഇച്ചിരി സ്പീഡിൽ പാടുമ്പോൾ നമ്മൾ കൈയടിക്കുന്നു. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അതല്ല, നമ്മൾ ആരാധന നമ്മുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുവരെ പാടിയിട്ട് ചിറകടിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം? കള്ളം പാടരുത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. എങ്ങനെ ചിറകുകൾ വിടർത്തിയേ? അയ്യോ, കാണിച്ചേ. നാണക്കേട് മാറ്റി. എങ്ങനെ ചിറക് വിടർത്തുന്നത്? ഇത് ചിറകടിച്ചു ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും. ഒന്നുകൂടെ. ഇത് ചിറകടിച്ചു ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും. ഇത് ചിറകടിച്ച് ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ. ഉയരങ്ങളിൽ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ. നമ്മൾ യേശുവിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. ഏറ്റവും ഈ ആരാധനയ്ക്ക് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന യാഗമാണ്. ബൈബിൾ പറയുന്നത് യാഗത്തിൽ ഊനമുള്ള ഒന്നിനെയും കൊണ്ടുവരാൻ പെർഫെക്റ്റ് ആയിരിക്കണം. കൈ അടിച്ചാൽ അത് കൈയടി ആയിരിക്കണം. പാട്ട് പാടിയാൽ അത് പാട്ടായിരിക്കണം. താളത്തിന്റെ കൂടെ ആകാനല്ല, നൃത്തം ചെയ്താൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. തുള്ളിച്ചാടാൻ റെഡിയാണോ? തുള്ളിച്ചാടാത്തവർ എൻ്റെ കൂടെ ഇവിടെ വരും. നമ്മൾ ഒരുമിച്ച് ചാടാൻ പോകണം. റെഡി? 1 2 3. മേലെ ഉയരെ 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 പറക്കും. ഉയരെ 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 പറക്കും. ഉയരെ 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 പറക്കും. Come on, come on, come on. മേലെ മേലെ ഉയരെ ഉയരെ. എല്ലാവരും ചാടുന്നില്ലല്ലോ, പുറകിലൊന്നും. Come on. ഉയരെ പറക്കും. മുമ്പിലും പുറകിലും നിൽക്കുന്നവർ ചാടുമ്പോൾ ഞാൻ ചാടുന്നത് കാണിക്കാൻ ചില തല മാത്രം ആട്ടുന്നുണ്ട്. ഞാനും ചാടുന്ന പോലെ, സ്പ്രിങ് പോലെ അങ്ങനെയല്ല, എല്ലാവരും ചാടണം. റെഡിയാണോ? യേശുവിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത്. നമ്മുടെ ശരീരം ജീവനുള്ള യാഗമായി അർപ്പിക്കുകയാണ്. പുറത്തെ ഗാനം കേൾക്കുമ്പോൾ യങ്സ്റ്റേഴ്സിനെല്ലാം അവർ പോലും അറിയാതൊരു താള ശരീരത്തിൽ വരുന്നില്ലേ? യേശുവിന് ഏറ്റവും കൊടുക്കുക. ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചു. കാരണം മഹത്വം തിരികെ വന്നു. ഈ ജനറേഷന്റെ മേൽ ദൈവിക മഹത്വം വരാൻ പോവാണ്. റെഡിയാണോ ചാടാൻ? റെഡിയാണോ തുള്ളിച്ചാടാൻ? Give the best to Jesus. യേശുവിന് ഏറ്റവും നല്ലത് കൊടുക്കുക. Ready? 1 2 3. മേലെ ഉയരെ 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 പറക്കും. ഉയരെ 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 മേലെ ഉയരെ 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 പറക്കും. ഉയരെ 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 ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ. ഉയരങ്ങളിൽ പറന്നിടുമേ. ഇത് ചിറകടിച്ചു ഉയരും കാലം. കാണിച്ചേ. ചിറകടിച്ച് ഇത് ചിറകടിച്ചു ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും.
ഇപ്പോഴും ഒരു ചിറക് ഒടിഞ്ഞു വെക്കുന്നവരുണ്ട്. ചിറക് പറക്കുന്നതാണോ കാറ്റത്ത് ആടുന്നതാണോ എന്ന് അറിയാത്തവരുണ്ട്. നന്നായിട്ട് പിടിച്ചേ. ദൈവസന്നിധിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് അതുപോലെ വെളിപ്പെടും. ബൈബിളിനകത്ത് ഒത്തിരി പ്രൊഫറ്റിക് ആക്റ്റുകളുണ്ട്. അവർ അത് ചെയ്തപ്പോൾ അതുപോലെ ആയി മാറിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്, പുതു നിയമത്തിൽ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. പ്രാവചനികമായ ക്രിയകളുണ്ട്. കൈകളൊന്ന് ഉയർത്തി പിടിച്ചേ. ഇതിനകത്ത് ചിറകൊടിഞ്ഞ കഴുകന്മാരല്ല ഉള്ളത്. വാ, വണ്ടർഫുൾ. കൈ ഒന്ന് നേരെ. എല്ലാവരും എല്ലാവരും എല്ലാവരും. പലർക്കും ഒരു നാണക്കേടല്ലേ, അടുത്തിരിക്കുന്നവൻ കാണുന്നുണ്ടോ, എൻ്റെ ഡാൻസ് കണ്ടാൽ കൊള്ളാമോ? യേശുവിന് ഇഷ്ടമാണ് നിങ്ങളുടെ ഡാൻസ്. ആമേൻ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ പേര് വിളിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ ബെസ്റ്റ് ഫ്രണ്ട് ഒരു വാക്കെങ്കിലും പറയുന്നത് കേൾക്കണം, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഇല്ലേ? ഇതുപോലെ യേശു നിങ്ങളുടെ നാവിന്ന് പറയാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നൃത്തം കാണുമ്പോൾ കൂടെ നൃത്തം ചെയ്യുന്ന യേശു ഉണ്ട്. കമോൺ, കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് വീരിച്ച് പിടിച്ച് ഈ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയരെ പറക്കാൻ പോവുകയാണ്. ഉയരെ എന്നത് ദൈവത്തിൻ്റെ തലമാണ്. ലോകത്തിൻ്റെ പാപമെല്ലാം കിടക്കുന്നത് താഴ്വാരത്തിലാണ്. മോശയെ പോലെ നാം പർവ്വതങ്ങളിൽ വസിക്കുന്നവരാകും. ദൈവസന്നിധിയുടെ തീവ്രതയിൽ വസിക്കുന്നവരാകും. കമോൺ, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ ആ കരമൊന്ന് വിരിച്ചു പിടിച്ച് മേലെ ഉയരേ ഉയരേ ഞാൻ പറക്കും. ദൈവം ഈ ആക്ഷൻ കാണിക്കുന്നവർക്ക് അതുപോലെ സംഭവിക്കണമേ. ലോകം അവരുടെ കാൽ കീഴിലാകട്ടെ, പാപം അവരുടെ കാൽ കീഴിലാകട്ടെ, ദുഷ്ടതകളും ചതിവും വഞ്ചനകളെല്ലാം കാൽ കീഴിലാകട്ടെ. നമ്മുടെ അവകാശം ജയമാണ്. നാം ജയത്തിൽ ജനിച്ചവരാണ്. ഇത് എന്റെ പറക്കുന്ന കാലമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഇത് ചിറകടിച്ച് ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും. ഇത് ചിറകടിച്ച് ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും. ഇത് ചിറകടിച്ച് ഉയരും കാലം. ഉയരങ്ങളിൽ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്നേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്നേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓഹോ, ദൈവത്തിന്റെ തേജസ് എന്നേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്നേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. 1 2 3 മേലെ ഉയരേ 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 ഞാൻ പറക്കും. 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 ഉയരേ 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 ഞാൻ പറക്കും. ഒരു പഴയ പാട്ടും കൂടെ ചേർന്ന് നമ്മൾ പാടാൻ പോവാം. റെഡിയാണോ? പഴയ പാട്ടും വെളിപ്പാട് പുസ്തകത്തിന്റെ വാക്യമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശു എടുത്ത് തോളിൽ വെച്ചു, സഭയുടെ തോളിൽ. ആമേൻ. പാതാളം എവിടെയാണ് ഇരിക്കുന്നത്? കാൽ കീഴിലാണ്. എവിടെയാണ്? കാൽ കീഴിലാണ്. മരണത്തിന്റെ ശക്തിയെ, പാപത്തിന്റെ ശമ്പളമായ മരണത്തെയും നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ആമേൻ. നമ്മൾ ഒരുമിച്ച് ചോദിക്കാൻ പോവാണ്, ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? പറഞ്ഞേ, ഹേ പാതാളമേ, ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? നിന്റെ ജയം എവിടെ? ഇത് പാടുമ്പോ എവിടെ നോക്കി പാടും? എവിടെ നോക്കി പാടും? സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയും. റോമർ 16:20. സാത്താനെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കാൽ കീഴിലാണ്. അപ്പൊ പാതാളത്തെ എവിടെ നോക്കി പറയും? പാതാളമേ നിന്റെ ജയം, ഹേ വിഷമുള്ളേ നിന്റെ ജയം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റെഡിയാണോ? പറക്കാൻ പോവല്ലേ? അപ്പോൾ ഈ പഴയ പാട്ട് പാടുമ്പോൾ എവിടെ നോക്കി പാടണം? പാതാളത്തെ കാൽ കീഴിൽ നോക്കി പാടണം. പാതാളമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ ജയം എവിടെ? ഞാൻ യേശുവിനോടുകൂടെ ഉയരെ പറക്കാൻ പോവുകയാണ്. ഞാൻ അവനോടുകൂടെ ജീവന്റെ സമൃദ്ധിയിൽ വാഴാൻ പോവുകയാണ്. റെഡിയാണോ? 1 2 3 ഗോ.
ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം, ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം, ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. മേലെ ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ മേലെ ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം, ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം, ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഉയരെ ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ ഉയരെ ഞാൻ പറക്കും, ഉയരെ 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 ഉയരെ ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ ഉയരെ ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. കോഴികൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ, കാക്കകൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ കഴുകന്മാർ ഉയരെ സ്വസ്ഥതയിൽ പറക്കും. മഴമേഘങ്ങൾക്ക് മുകളിലൂടെ കഴുകന്മാർ പറക്കും, സ്വസ്ഥതയിൽ പറക്കും. Wow. Thank you, Lord. We love you.